സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇയാള് പറയാണ് അല്ലാഹു തആല വരുന്നവർക്കൊക്കെ ഇങ്ങനെ ലോട്ടറി കൊടുക്കും പോലെ പുറത്തു കൊടുക്കുകയാണല്ലോ, അതുകൊണ്ട് അള്ള വല്ലാത്ത ചെയ്യലാണ്. മുസ്ലിമീങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ഇത് പ്രോത്സാഹനാണ്. ഏതെങ്കിലും ഖുർആനിലുള്ളോ ഏതെങ്കിലും ഹദീസിലുള്ളോ തെറ്റ് ആവർത്തിച്ച് ചെയ്യൂ എന്നുള്ള ദൃഢനിഷ്ഠയോടുകൂടെ നീ തൗബ ചെയ്താൽ നിന്റെ തൗബ റബ്ബ് സ്വീകരിക്കൂന്ന് പറയുന്ന ആയത്തെവിടെ, ഹദീസെവിടെ, ഇമാമിങ്ങളെ വാചകം എവിടെ? എന്താണ് തൗബക്ക് ഷർത്തായിട്ട് പറഞ്ഞത്? കഴിഞ്ഞു പോയ കാലയളവിൽ സംഭവിച്ചു പോയ തെറ്റിന്റെ കാരണം കൊണ്ട് ഇനിയൊരു കാലത്തും ഞാൻ നന്നാകൂല എന്ന് തീരുമാനിക്കുന്ന ഒരു മനുഷ്യനായി മനുഷ്യൻ ദുഷിച്ചു പോയാൽ ഭൂമിയിൽ സമാധാനം നിലനിൽക്കൂല. നിലനിൽക്കോ? എന്തായാലും അള്ളാഹ് ഒരാൾക്ക് തെറ്റ് സംഭവിച്ചു പോയാൽ പുറത്തു കൊടുക്കൂല എന്നാ അള്ളാന്റെ ആശയം. അങ്ങനെയാണ് ഇവിടെയുള്ള ജനങ്ങളെ നന്നാക്കിയെടുക്കാൻ കഴിയോ? ഒരാളെ കൊന്നുപോയി ഒരാളോട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഭയങ്കര കുറ്റമാണ് എന്ന് തന്നെയാ ഖുർആൻ പറയുന്നത്. ആരെ കൊന്നുകളയല് എന്നറിയോ? മറ്റൊരാളെ കൊന്നുകളയല് ഭയങ്കര കുറ്റാണ്. സ്വന്തം നഫ്സിനെ കൊല്ലലോ ആത്മഹത്യ ചെയ്യലോ അത് അതിനേക്കാളും വലിയ തെറ്റാണ്. വയല് കേൾക്കുന്ന പെങ്ങന്മാര്, വയല് കേൾക്കുന്ന ഉമ്മമാര്, വയറ്റിൽ കിടക്കുന്ന കുട്ടീനെ കൊല്ലാൻ എനിക്ക് അധികാരമുണ്ടോ എന്നുള്ള ചിന്തയുണ്ടോ? വയറ്റിൽ കിടക്കുന്ന കുട്ടി ആഘോഷം ചെയ്യുന്ന പരിപാടിയുണ്ടോ? കൊന്നുകളയുന്ന പരിപാടിയുണ്ടോ? അതിന് ഇംഗ്ലീഷിൽ നിങ്ങൾ ആഘോഷം എന്നോ അല്ല വേറെ എന്തെങ്കിലും പേരിട്ടത് കൊണ്ട് കൊലപാതകം മാറൂല. വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ പോലും കൊല്ലൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ പോലും കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ലാ തഖ്തുലു ഔലാദകും മിൻ ഖശിയത്തി ഇംലാഖ്. പട്ടിണി ഭയപ്പെട്ടതിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ഭയപ്പെട്ടതിന്റെ പേരിലോ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ കൊന്നുകളയാൻ പാടില്ല. മുസ്ലിയാരെ ഡോക്ടർ പറഞ്ഞതാണ്, പ്രസവിച്ച കാതിന് കേൾവിയില്ലാത്ത കുട്ടിയെയിരിക്കും, പ്രസവിച്ച കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയെയിരിക്കും, പ്രസവിച്ച കൈയില്ലാത്ത കുട്ടിയെയിരിക്കും, പ്രസവിച്ച കാലില്ലാത്ത കുട്ടിയെയിരിക്കും. ഇത് പറഞ്ഞത് കൊണ്ടാ ഞാൻ കൊന്നുകളഞ്ഞത്. ഓ വയത് കേൾക്കുന്ന ഉമ്മ, കാലില്ലാത്ത കുട്ടിയെ കൊണ്ടാണ് റബ്ബ് നിങ്ങൾക്ക് സർവ്വനിഅമത്തും തരാൻ ഉദ്ദേശിച്ചതെങ്കിലോ? ലോകത്തൊരുപാട് കാലില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, ലോകത്തൊരുപാട് കൈയില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, ഒരുപാട് ബുദ്ധിമാന്ദ്യമുണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. അവരൊക്കെ ഉണ്ടായതിന്റെ പേരിൽ രക്ഷപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്, എത്ര മനുഷ്യന്മാരെ കാണാനുണ്ട്. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതൊന്നും ഉണ്ടാകൂല എന്നാണോ നീ മനസ്സിലാക്കിയത്? ഞാൻ ഈ അടുത്തൊരു മുതലാളി വിളിച്ചിട്ട് അയാളെ വീട്ടിലേക്ക് ചെന്നപ്പോ അയാൾ കൈപിടിച്ചിട്ട് സങ്കടത്തോടെ പറഞ്ഞത് എന്താണ് എന്നറിയോ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാ, ഒരു തകരാറും ഉണ്ടായിരുന്നില്ല. ആ മകൾ ഒരു ദിവസം അതാ തലച്ചോറിലേക്ക് പനി ബാധിച്ചു പോയി. ഇപ്പതാ ഒരു ചെറിയ അശ്രദ്ധ പോലെ, ചെറിയ ബുദ്ധിമാന്ദ്യമുള്ളത് പോലുള്ള കളിയാണ്. അവളാണ് എന്റെ ജീവിതത്തിൽ എല്ലാ നിയമത്തിന്റെയും കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മോനെ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ. അതേ സ്ഥാനത്ത് എന്തെങ്കിലും അംഗവൈകല്യോ എന്തോ പ്രയാസം ഉണ്ടായ മുറിച്ചു കളയാന്ന് പറയുന്ന സ്വഭാവം അത് അമേരിക്കക്കാരന്റെ സ്വഭാവമാണ്, പാശ്ചാത്യൻ ചിന്തക്കാരന്റെ സ്വഭാവമാണ്. അതുപോലുള്ള ദീനില്ലാത്തവന്റെ ചിന്താഗതിയാണ്, അള്ളാഹനെ ഓർമ്മിക്കാത്ത ആളുകളുടെ ചിന്താഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ എത്രത്തോളം മുസ്ലിമീങ്ങൾ നടത്തുന്ന വൃദ്ധസദനങ്ങളുണ്ട്. ഉണ്ടാകൂല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ പള്ളി കമ്മിറ്റിക്കാര് തന്നെ പതി കൂടിയിട്ട് വൃദ്ധസദനം നാട്ടിലില്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഉപ്പാപ്പാരൊക്കെ റോഡിലാകൂന്ന് പറയേണ്ട ഗതികേട് നമ്മളെ നാട്ടിൽ വരൂല എന്ന് പറയാൻ കഴിയൂല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താ കാരണം എന്നറിയോ? പാശ്ചാത്യൻ ചിന്തക്കാരന്റെ മതവിരോധം കൊണ്ട്, പാശ്ചാത്യൻ ചിന്തക്കാരന്റെ മതവിരോധത്തിന്റെ ആശയങ്ങൾ കൊണ്ട്, അതുപോലെ നിരീശ്വരവാദികൾ പറയുന്ന ആശയം കേട്ടിട്ട് ഇസ്ലാമിനോട് പുച്ഛം തോന്നുന്ന ചെറുതിയ പൊതുസമൂഹം, ഞങ്ങൾ പുതിയ ജനറേഷനാണ്, ന്യൂ ജനറേഷനാണ്, 6ാം നൂറ്റാണ്ടിൽ പറയുന്ന മതം പറയേണ്ട കാലല്ല എന്ന് പറയുന്ന സമൂഹമായി നമ്മളെ മക്കൾ വളർന്നു വന്നാൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. വൃദ്ധസദനങ്ങൾ
അധികരിക്കുമെന്നത് സംശയിക്കേണ്ടതില്ല. യൂറോപ്യൻ കൺട്രിയിൽ പോയവർക്കറിയാം, വൃദ്ധസദനങ്ങൾ വേണ്ടതുപോലെ ഇംഗ്ലീഷ് മീഡിയങ്ങൾ പോലെ ലഭ്യമാണ്. എന്താ കാരണം എന്നറിയോ? കുറച്ച് പ്രായമായ ബാപ്പയായാൽ, പ്രായമായ ഉമ്മയായാൽ, അവിടെയുള്ള പുതിയ വീട്ടുകാരുണ്ടല്ലോ, ഏത് വീട്ടുകാരി? ഇതുവരെ പോറ്റി വളർത്തിയ സ്വന്തം ബാപ്പയുണ്ടല്ലോ, സ്വന്തം ഉമ്മയുണ്ടല്ലോ, വിവാഹം കഴിഞ്ഞ മകന് തടസ്സമാണ് കേട്ടോ. അവരുടെ പല കിന്നാരങ്ങൾക്കും മുടക്കമാണ് കേട്ടോ. ഇതിന്റെ പേരിൽ സ്വന്തം ബാപ്പ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് സ്വന്തം ബാപ്പാനെ ഇറക്കി വിട്ടിട്ട് കൊണ്ടുപോയി സ്വന്തം ഉമ്മാനെ വൃദ്ധസദനത്തിൽ ചേർക്കുന്ന വിവരദോഷികളില്ലേ, ചിന്തയില്ലാത്തവരില്ലേ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തൊരു നല്ല ആശയമാണ്. ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നവനുണ്ടോ? അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ പൊരുത്തം വാങ്ങുന്ന മോനാണോ? റബ്ബേ, ഞങ്ങളെ ഉമ്മാക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. വഅദ് കേൾക്കുന്ന മുഅ്മിനീങ്ങളുടെ പലരുടെ ഉമ്മമാരും ഖബറിലുണ്ടാകാം. ഇന്നത്തെ രാത്രിയുടെ ബർക്കത്ത് കൊണ്ടവരെ ഖബറിൽ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മാമ്മമാര് ഖബറിലുണ്ട്, നീ സ്വർഗം നൽകണേ അല്ലാ. ഉപ്പാപ്പമാര് ഖബറിലുണ്ട്, സ്വർഗം നൽകണേ അല്ലാ. വഅദ് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, വഅദ് കേൾക്കുന്ന ഉപ്പമാരെ, ഇസ്ലാമിന്റെ ആശയം എന്തൊരു നല്ല ആശയമാണ്. അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്. ആ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന മക്കളാണോ? ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം കിട്ടൂ. ഉമ്മാക്ക് സേവനം ചെയ്ത് പൊരുത്തം വാങ്ങിക്കോ. ഏറ്റവും ചെറിയവനായി നിന്നിട്ട് ഉമ്മാന്റെ മുന്നിൽ, നിന്റെ മുന്നിൽ ഒരു നെറിയേറപ്പും കാണിക്കാതെ, ഒരു വെറുപ്പും കാണിക്കാതെ, ഒരു പ്രയാസവും കാണിക്കാതെ, എന്തിലധികം പറയാനാ, പുതുവസ്ത്രം ധരിച്ചിട്ട് കല്യാണത്തിന് പോകാനിറങ്ങിയ ഉമ്മന്റെ ശരീരത്തിലേക്ക് കഴുകിയാ പോകാത്ത കറ പിടിക്കുന്ന രൂപത്തിൽ കാഷ്ടിച്ചു കൊടുത്ത കുപ്പായം നോക്കിയിട്ട് എന്റെ മോളെ, എന്റെ മോനെ, ഇതെന്ത് കുസൃതിയാണെന്ന് ചോദിച്ച ഉമ്മയില്ലേ? ആ ഉമ്മാനോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയൂല. നമ്മളെ ഇനി വരുന്ന ന്യൂ ജനറേഷൻ പമ്പൈസ്ഡ് ജനറേഷനാണ് അല്ലേ? നമ്മളെ നാട്ടിലെ എല്ലാവരുടെയും, എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എന്റെ വീട് വേറെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വീടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുതിയ ജനറേഷൻ പമ്പൈസ് ജനറേഷനാണ്. അതുകൊണ്ട് അവരൊക്കെ നിങ്ങൾ ന്യൂ ജനറേഷൻ ആണെന്നല്ലേ പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ അവർ പറയുന്നത്? നിങ്ങൾ പമ്പൈസ് ജനറേഷനാണ്. അതുകൊണ്ട് ഉമ്മാന്റെ കുപ്പായത്തിൽ ഞങ്ങൾ കാട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉമ്മാനോട് കടപ്പാടില്ല എന്ന് തോന്നണ്ട. ആ ഉമ്മയല്ലാതെ പിന്നെ ആരാണടോ നിനക്ക് ക്ലീൻ ആക്കി തന്നത്? വേറെ ഏതോ ക്ലീനർ വന്ന് ക്ലീൻ ആക്കി തന്നതാണോ? അന്ന് കുപ്പായത്തിൽ കാട്ടിച്ചിട്ടുണ്ടാകാം, ഇന്ന് നീ പമ്പൈസിലായിട്ടുണ്ടാകാം. ഇരിക്കട്ടെ, അത്തരം ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴേക്ക് നമ്മളെ മക്കളെ മനസ്സിൽ നമ്മളോട് സ്നേഹം കുറയുന്നുണ്ടോ എന്നൊരു ചിന്ത കൂടി നമുക്ക് മറന്നുപോയിക്കൂടാ. അതുകൊണ്ട് പമ്പൈസ് ധരിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നജസിൽ നിന്ന് രക്ഷ നേടാൻ നല്ലതായിരിക്കാം, പക്ഷേ രാത്രിയിലും പകലിലും വ്യത്യാസമില്ലാതെ ശരീരത്തിലേക്ക് നജസ് വെച്ച് കൊടുത്തിട്ട് കഴിച്ചു മാറ്റാൻ ഒരു 25 രൂപ കൂടുതൽ ചെലവാകൂന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ മടിയുടെ കടുപ്പത്തിന്റെ പേരിലോ ശരീരത്തിൽ നജസ് കെട്ടിവെച്ച് കൊടുത്തിട്ട് കുട്ടികളെ ശരീരത്തിൽ നജസുമായി കൂടുതൽ സമയം കഴിച്ചു കൂട്ടുന്ന സമയമായാൽ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും അടുക്കുന്നതിൽ നിന്ന് അകന്നു പോകാൻ ചിലപ്പോൾ അത് കാരണമായാൽ നമ്മളെ മക്കൾ ഇതുപോലെ പിൽക്കാലത്ത് വലുതാകുമ്പോ പമ്പൈസ് ജനറേഷനാണ് ഞങ്ങൾ ന്യൂ ജനറേഷനാണ്. അതിന്റെ ഒരു പുതിയ വേഷനാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. പേര് പമ്പൈസ് ഇത് പറഞ്ഞില്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ പഴയ കാലത്തുള്ള ഉപ്പാപ്പമാരെയൊക്കെ തള്ളി പറയുന്ന വിവരദോഷികളായി നമ്മളെ മക്കൾ അതപ്പതിച്ചു പോയാൽ പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല.